അപ്പോൾ നമ്മൾ കട്ടമുടിയിൽ വന്നപ്പോൾ ഇവിടെ ഏലക്ക ഉണങ്ങുന്ന ട്രയറുണ്ട്. അപ്പോൾ ട്രയറിന്റെ കുറച്ച് കാര്യങ്ങളും ആ മെഷീനും എങ്ങനെ പ്രവർത്തിക്കുന്നതൊക്കെ ചേട്ടൻ നമ്മളൊന്ന് പരിചയപ്പെടുത്തിരും. അപ്പോൾ ആ കുഞ്ഞു കാഴ്ച നമുക്ക് കാണാം. ഇവിടെ ഒത്തിരി ഏലത്തോട്ടം ചെറിയ ചെറിയ ഏലത്തോട്ടങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ആൾക്കാരെല്ലാം ഉണങ്ങാനും ഇവിടെയാണ് കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ ചേട്ടൻ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞത്. നമ്മുടെ മൂന്നാർ അവിടെയും കാര്യങ്ങളും മാങ്കുളത്ത് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ സംഭവം കണ്ടപ്പോൾ ചേട്ടനൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ കുറച്ച് ഏലമൊക്കെ ഉണ്ട്, ഏലത്തോട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ട്രയർ ഉണ്ട് കേട്ടോ, ഏലക്ക ഉണങ്ങാൻ ട്രയറുണ്ട്. ഇത് കുറച്ച് അപ്പൊ ഇതാണ് ആദ്യത്തെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോ കാ കൊണ്ട് ആൾക്കാർ തന്നു കഴിഞ്ഞാൽ നമ്മള് ത്രാസിൽ തൂക്കി ഇവിടെ മാറ്റി വെച്ചിട്ട് ഇതിനകത്ത് തട്ടും, ക്ലീൻ ചെയ്യാൻ വേണ്ടി. ഇതിനകത്ത് നമ്മള് വെള്ളം ഇതിനകത്ത് വിട്ടേച്ച്, ഓസിന്റെ വെള്ളം ഇതിനകത്ത് വിട്ടേച്ച് മോട്ടോർ ഓൺ ആയി കഴിഞ്ഞാൽ ഇത് ക്ലീൻ ആയിട്ട് അപ്പുറത്തെ ഒന്ന് ചാടും. കൊട്ട വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒന്ന് ചാടും. അത് കഴുകി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒന്ന് അകത്തേക്ക് കൊണ്ടുപോകുന്നത് മെഷീനിലേക്ക്. അപ്പൊ പുറത്തുള്ള ആൾക്കാർ ഇങ്ങനെ ഇവിടെ ഉണക്കം കൊണ്ട് തന്നാറുണ്ടല്ലേ? എല്ലാവർക്കും കൂട്ടിയുള്ളതാണ് ഉള്ളതല്ലേ? നമുക്ക് സർക്കാർ പ്രൈവറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആദ്യ ഇഡിപിയുടെ സർക്കാരിന്റെ റീബിൽഡിംഗ് കേരളയുടെ അതെ, ഇത് ഓണാക്കി കാണിക്കുന്ന കേട്ടോ. അതുകൊണ്ടോ ഇവിടെ നമ്മുടെ ഏലക്ക ഇടണേ കണ്ടത് ഇവിടെ ഇടും. അപ്പൊ അതിന്റെ ഉള്ളിൽ കണ്ടതേ, ഉള്ളിൽ ചെന്നിട്ട് കറങ്ങും. കറങ്ങി കണ്ടതേ ഉള്ളിൽ ക്ലീൻ ആവും. എന്റെ അപ്പുറം നേടോ ഇത് ക്ലീൻ ആയി എന്ന് നമുക്ക് തോന്നുമ്പോ നമ്മള് തുറന്നിട്ട് കൊട്ടാടിയിൽ വെച്ചു കൊടുക്കണം അല്ലേ? അന്നേരം അവിടെ നമ്മളിത് കൊട്ടാടിയിൽ വെക്കുന്നു. ഈ കൊട്ട നമ്മൾ ഇവിടെ വെക്കുന്നു. നമ്മളിത് തുറന്നോട്ടാ അവിടെ ഒന്ന് ചാടും. പിന്നെ വേസ്റ്റ് ഒക്കെ വേറെ അടി ചാടും. കാ മാത്രമേ ഒന്ന് ചാടൂ. ക്ലീനായ കാ മാത്രമേ ഇവിടെ ഒന്ന് ചാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എടുത്ത് അകത്തേക്ക് കൊണ്ടുപോകണം. അതെ, ഇപ്പൊ കായില്ലാതെ ഇതിനകത്ത് ഇല്ലാട്ടോ. നമുക്കൊന്ന് ട്രയൽ ഒന്ന് ചുമ്മാ കാണിച്ചതാണ്. ഇതിന്റെ അകത്തേക്ക് ഒന്ന് കയറി ഒന്ന് കാണിച്ചു തരാം. കൊണ്ടുവരൂല്ലേ? അതിന്റെ ഉള്ളിലാണ് ഉണങ്ങണല്ലേ? മെഷീനാണ് കണ്ടോ, ഏലക്ക ഉണങ്ങണേ. കാണിച്ചു തരുവേ. നല്ല ചൂടാണ്, നല്ല ചൂടുണ്ട്. രണ്ടുപേരുടെ കായേ ഉള്ളൂ അല്ലേ? ഇത് ഓർണം രണ്ടുപേരുടെ കായാന്നാ പറയണേ. ഓർണം ഇതും അതല്ലേ? ഇടയ്ക്ക് നെറ്റുണ്ട്. അങ്ങനെ തിരിച്ചേക്കണേ അല്ലേ? അത് 16 മണിക്കൂർ ഇത് 125 ഉള്ളൂ. രാവിലെ 9 മണിയാകുമ്പോ അടിച്ചു ടയർ ഓണാക്കി. വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോ തയ്ക്കാം. ഇതിപ്പോ ഇത്ര ഓണാക്കി എന്തോരം കിട്ടുമായിരിക്കും ഏകദേശം? ഇത് 5 കിലോയ്ക്ക് 1 കിലോ പച്ചക്കായ്ക്ക്, 5 കിലോ പച്ചക്ക് 1 കിലോ. നല്ല ചൂടായിട്ട് തുറന്നപ്പോ തന്നെ. അപ്പൊ ഇതിന് നമ്മള് ഈ ചൂട് വരാൻ വേണ്ടി തന്നെ അതിനകത്ത് വിറക് എത്തിക്കണോ? ഇവിടെ കറണ്ടില്ലേ? കറണ്ട് പോകുമ്പോ ഇത് 54 ഇപ്പൊ നല്ല ചൂടിലേക്കാ പോകുന്നത്. അത് അല്ലല്ല, നമ്മൾ ഇതിനകത്ത് 50 താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചൂട് കുറവാ. 50 താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ 50 മുകളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് ഇതിന് മീഡിയമുള്ള ചൂട് കിട്ടുള്ളൂ. ഉണങ്ങി കഴിയുമ്പോ ഇതിനകത്തേക്ക് ഇടും. ഉണങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഉണങ്ങി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വാരി എടുത്ത് ഇതിനകത്ത് തട്ടും. വാരി അതിനകത്ത് തട്ടി കഴിഞ്ഞാൽ നമ്മള് ഇതിനകത്ത് ആ കായ വാരി ഇതിനകത്ത് തട്ടി കഴിഞ്ഞാൽ ഓണായി കഴിഞ്ഞാൽ ഇത് കായ ക്ലിയർ ആയിട്ട് എല്ലാ പൊടിയും കാര്യങ്ങളും അതൊക്കെ പോയി ക്ലിയർ ഇവിടെ നേടൂല്ലേ? അത് അരി എല്ലാം ഇതിനകത്ത് ചാടും. പൊടി പൊട്ട് എല്ലാം പുറത്തേക്ക് പോകും. ഏലക്ക മാത്രം ക്ലീൻ ആയിട്ട് ഇവിടെ ചാടും. പൊടിയും ബാക്കി കാര്യങ്ങളെല്ലാം പുറത്തോട്ട് പോകും. ബാക്കി ഏലക്ക ഇതിനകത്ത് ചാടും. പൊട്ടിയായ മറ്റേ വേസ്റ്റ് എല്ലാം പുറത്തേക്ക് പോകും. അപ്പൊ അങ്ങനെ ഒരു മെഷീനാണിത്. ഇതാണ് ലാസ്റ്റ് പൊസിഷൻ. ഏലക്കായിട്ട് ക്ലീൻ ആയി വരുന്നത് ഇതാണ്. നമുക്ക് 1 കിലോ ഉണങ്ങണേന് എത്ര രൂപ മേടിക്കണേ? 10 രൂപ. നഷ്ടമാ. കറണ്ട് പിന്നെ അതെന്ന് വെച്ചാൽ സർക്കാർ യന്ത്രം മൊത്തം സർക്കാർ തന്ന സബ്സിഡി ആയിട്ട് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർക്ക് ഇതിന് ഇവിടുന്ന് 3500, 3000, 2000 ഒക്കെ വണ്ടിക്കൂലി കൊടുക്കണം ഉണങ്ങാൻ വേണ്ടി. അപ്പൊ സർക്കാർ അടുത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടു. കുടുംബശ്രീയുടെ പേരിൽ നമുക്ക് ഈ 3 സാധനം കിട്ടി. ആർക്ക് ഇഡിപിയുടെ റീബിൽഡിംഗ് കേരളയുടെ അവരാണ് ആദ്യം വന്ന് തരാന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ലോൺ കിട്ടാതെ വന്നു. പല സ്ഥലത്തും STക്ക് ലോൺ തരില്ല. ലോണ്
നമ്മുടെ ഒരു ബാങ്കിലും തരില്ല ST കാരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ തന്നെ RKID ഇവിടെ മറ്റേ സന്ധ്യ നമ്മുടെ ചിലിത്തോട്ടിൽ താമസിക്കുന്ന സന്ധ്യ അല്ലേ, സന്ധ്യ പിന്നെ ദീപ എന്ന് പറഞ്ഞ മേഡം ഇവരൊക്കെ കൂടിയാണ് പറഞ്ഞാൽ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യപ്പെട്ടത്. അപ്പൊ ഇതിനകത്താട്ടോ വിറക് എത്തിക്കണേ, വിറക് അപ്പൊ കറണ്ട് പോകുമ്പോ ഇതിനകത്ത് അത് ഭയങ്കര പോയി കഴിഞ്ഞാൽ മോട്ടറുണ്ട്, ഓണാക്കണം. ആ അപ്പൊ ഇതിനകത്ത് വിറകൊക്കെ അതിനുള്ളിൽ കയറ്റിടൂല്ലേ, അതിന്റെ ഉള്ളിലോട്ട് കാണിച്ചു കേട്ടോ, ഉള്ളിൽ വെച്ചാൽ കണ്ടോ, അതെ കണ്ടോ വിറക് കണ്ടോ, ചൂട്. തുറക്കുമ്പോ തന്നെ ഭയങ്കര ചൂടാട്ടോ, ചൂടകത്തേക്ക് പോകൂലേ, ചൂടാകുന്നത് അകത്തേക്ക് പോകുന്ന കുറവാണെങ്കിൽ ഇത് ഓണാവും, പിന്നെ ഓട്ടോമാറ്റിക് ചൂടാ ഉള്ളിലേക്ക് വലിച്ചു കയറ്റും. അവിടെ ചൂട് കുറവാണെങ്കിൽ ഇത് ഓണാവും. അത് തീ അങ്ങോട്ട് കത്തിക്കാൻ വേണ്ടി. ഇവിടെ കൂടെ വന്ന ഒരാളാട്ടോ, ഇവിടെ നിങ്ങൾ എറണാകുളം ജില്ലയിലുള്ളതാണ്. അപ്പൊ നമ്മുടെ കൂടെ കട്ടമുടി ഇത് കാണാൻ വന്നാണ്. വന്നു കഴിഞ്ഞപ്പോ എങ്ങനെ ഉണ്ടെന്നൊരു അനുഭവം ഒന്ന് പറയണേ. നല്ല രസം ഉണ്ടായിരുന്നു. നെൽപ്പാടങ്ങളിൽ പഴയ ഒരു കാലത്തിലോട്ടേക്ക് പണ്ട് നേഴ്സറി കാലം പഠിച്ചപ്പോ നെൽപ്പാടത്തിൽ കൂടി പോയ കാര്യങ്ങളും അതൊക്കെ ഓർമ്മ വന്നു. നല്ല നല്ല രസം ഉണ്ടായിരുന്നു. ഒത്തിരി പുരോഗമിച്ചു, പണ്ടത്തേക്കാളും ഒത്തിരി പുരോഗമിച്ചു. വഴിയുണ്ടായി, നല്ല സൗകര്യമായി. ഞങ്ങൾ ആ ചേച്ചിയോട് സംസാരിച്ചു, ഇവിടുത്തെ ചേച്ചിയോട് സംസാരിച്ചു. പിന്നെ ഇവിടെ മുകളിലായിട്ട് നേഴ്സറി ഒക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ അധ്യാപക സ്കൂൾ ഉണ്ടായിരുന്നു ഇവിടെ, ഇപ്പൊ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഉള്ള വേറെ ദൂര സ്ഥലങ്ങളിലെ ഹോസ്റ്റലിൽ നിർത്തിയാണ് പിള്ളേർ പഠിപ്പിക്കണേ. എന്തായാലും നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ് അല്ലേ, അത്യാവശ്യം എല്ലാ രീതിയിലും നല്ലതായിട്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ വരുന്നപ്പോ കടകളൊന്നും ഇല്ലാന്ന് ഓർത്തെ, പക്ഷെ ഇവിടെ അടുത്തായിട്ട് കടകളുണ്ട്. അവർക്ക് അത്യാവശ്യം അവരുടേതായിട്ടുള്ള സൗകര്യങ്ങൾക്കുള്ള എല്ലാ ഇതും ഉണ്ട്. നല്ല രസമുണ്ടാകും. നമ്മളിവിടെ അമ്പലക്കുളത്തിൽ വന്നപ്പോൾ ചേച്ചി തീറ്റയിട്ട് കൊടുക്കണം കേട്ടോ. അവിടെ മീൻ അവിടെ നിന്ന് തീറ്റയിട്ട് കൊടുക്കണ്ട. അപ്പോൾ മീൻ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ, ഒരു വളത്തിന് നിറച്ച് മീനുണ്ട്. അതുകൊണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടോ കണ്ടോ നിറച്ച് മീനുകൾ തീറ്റ തന്നെ അവനുണ്ടോ. കുറച്ചിട്ട് കൊടുക്കും. കണ്ടോ ഗായ്സ്, നെല്ല് കണ്ടോ, നെല്ല് നമ്മുടെ കട്ടമുടിയിലെ നെല്ലാണ് ഈ കാണുന്നത് കണ്ടോ. അടിപൊളിയല്ലേ, സൂപ്പറല്ലേ നോക്കി. അങ്ങുണ്ട് കേട്ടോ, കുറേ ദൂരത്തേക്ക് ഉണ്ട് കണ്ടോ, എന്ത് മനോഹരമായിട്ട് നോക്കി. ഹായ്. അപ്പോൾ നമ്മൾ അറിയാൻ പാടില്ലാത്ത കുട്ടികളൊക്കെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരിതാണ് അരി ഉണ്ടാക്കുന്ന സംഭവം എന്ന് അവരെ കാണിച്ചു കൊടുക്കണം. അവരെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണമൊക്കെ നല്ലതാണ്, കാരണം പലർക്കും അറിയാൻ പാടില്ല. കണ്ടോ അടിപൊളി കണ്ടോ, സൂപ്പറല്ലേ.